കായംകുളത്ത് വൈപ്പിൻ പള്ളിപ്പുറം എന്നറിയപ്പെടുന്ന തീരപ്രദേശം ചരിത്രപ്രസിദ്ധമായ ഒരിടമാണ്. ബാലസാഹിത്യകാരനായി അറിയപ്പെടുന്ന ശ്രീ സിപ്പി പള്ളിപ്പുറം അന്തപ്പൻ ത്രേസ്യാമ്മ ദമ്പതികളുടെ മകനായി 1943 മെയ് 18 ജനിച്ചത്. 1966 മുതൽ പള്ളിപ്പുറം സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപകനായിരുന്ന ശ്രീ സിപ്പി പള്ളിപ്പുറത്തിന് 1992 ഏറ്റവും നല്ല അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. പ്രകൃതി സ്നേഹം, ദേശഭക്തി, ഗുരുഭക്തി, മാതാപിതാക്കളോടുള്ള ബഹുമാനം, സത്യസന്ധത, കാരുണ്യശീലം തുടങ്ങിയ സദ്ഗുണങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുവാൻ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ രചനകൾക്ക് സാധിച്ചിട്ടുണ്ട്. ദേശീയവും പ്രാദേശികവുമായ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ശ്രീ പള്ളിപ്പുറം ക്രിസ്ത്യൻ സഭയ്ക്കു വേണ്ടിയും പ്രവർത്തിച്ചിരുന്നു. തൻ്റെ അനുഭവങ്ങളും ലഭിച്ച അംഗീകാരങ്ങളും ട്രൂ സ്റ്റോറിയിലൂടെ ഓർത്തെടുക്കുകയാണ് ശ്രീ സിപ്പി പള്ളിപ്പുറം. വൈപ്പിൻകരയിൽ ആദ്യമായിട്ട് ഒരു ദേശീയ അവാർഡ്, ഒരു അധ്യാപകൻ ദേശീയ അവാർഡ് വൈപ്പിൻകരയിൽ എനിക്ക് കിട്ടുന്നതിന് മുമ്പ് കിട്ടിയിട്ടില്ല. എനിക്ക് ശേഷം ഒരാൾ കൂടി കിട്ടി. എനിക്ക് കിട്ടിയത് 1992. ഈ ജനസാന്ദ്രതയേറിയ ചരിത്രപ്രസിദ്ധമായ വൈപ്പിൻ ദ്വീപിൽ നിന്ന് ഒരാൾക്ക് പോലും ഒരു ദേശീയ അവാർഡ്, രാഷ്ട്രപതി നൽകുന്ന, അധ്യാപകർക്ക് നൽകുന്ന, ഏറ്റവും നല്ല അധ്യാപകന് നൽകുന്ന അവാർഡ് കിട്ടിയിട്ടില്ല. അത് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായത് എനിക്കാണ്. ഞാൻ 1992 കയർവിരിക്കാരൻ്റെ, ചകരിവിരിക്കാരൻ്റെ മകനായ ഞാൻ ശങ്കർ ദയാൽ ശർമ്മയുടെ കയ്യിൽ നിന്ന് ആ അവാർഡ് ഏറ്റുവാങ്ങി. കണ്ണുനീരോടുകൂടിയാണ് ഞാൻ വാങ്ങി. കണ്ണുനീരെന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു എൻ്റെ ചിന്ത, സന്തോഷത്തിൻ്റെ കണ്ണീരായിരുന്നു. ഞാൻ എങ്ങനെ ഈ നാട്ടിൻപുറത്ത് പട്ടിണി വീട്ടിൽ പിറന്ന ഞാൻ എങ്ങനെ പ്രസിഡൻറ്റിൻ്റെ വേദിയിലെത്തി, രാഷ്ട്രപതിയുടെ വേദിയിലെത്തി എന്ന ചിന്ത ഞാൻ കരയുന്നത് കണ്ട് എന്നെ തൊട്ടടുത്തിരുന്ന കർണാടകക്കാരൻ, അവാർഡ് വാങ്ങാൻ വന്ന കർണാടകക്കാരൻ ആശ്വസിപ്പിച്ചതെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നീട് സാഹിത്യത്തിലൊക്കെ വന്നു, സാഹിത്യത്തിലും വന്നു. ഇതിനിടയിൽ തന്നെ ഞാൻ സാഹിത്യം ഉണ്ടായിരുന്നു. ഈ അവാർഡൊക്കെ കിട്ടാനൊരു കാരണം എൻ്റെ സാഹിത്യം കൂടിയാണ്. ഇപ്പോൾ കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ഞാനൊരു സാഹിത്യകാരനാകുന്നത് കൂടുതലായിട്ടും. പിന്നെ അമ്മുമ്മയിൽ നിന്ന് കിട്ടിയ പ്രചോദനമുണ്ട്. അമ്മുമ്മ ചൊല്ലിത്തന്നിരുന്ന കഥകളും അവർ ചൊല്ലിത്തന്നിരുന്ന കൊച്ചു കൊച്ചു പാട്ടുകളും എല്ലാം എന്നെ കൂടുതലായിട്ട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എഴുത്തുകാരൻ്റെ എന്ന നിലയിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ 100-200ഓളം പുസ്തകങ്ങൾ, എത്രയുണ്ടെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല, അത്രയേറെ. കാരണം ഇപ്പോഴും പ്രസാധകർ എന്നെ, എനിക്ക് വിളിക്കുന്ന പ്രസാധകർക്കെല്ലാം പുസ്തകങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയേറെ താല്പര്യത്തോടു കൂടി ആളുകൾ, കേരളത്തിലെ കുട്ടികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകരൊക്കെ എൻ്റെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 1979 DC ബുക്സ് ഇറക്കിയ പുസ്തകങ്ങളെല്ലാം ഇപ്പോഴും ചൂടപ്പം പോലെ 79 ഒരു പുസ്തകം, 79 ഇറങ്ങിയ ഒരു പുസ്തകം ഇന്നും പല എഡിഷനുകളിലൂടെ നിലനിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പരം ഒരു എഴുത്തുകാരന് ഒരു ഭാഗ്യമില്ല. ഇപ്പോൾ എഴുത്തുകാരെന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ കുറച്ച് കവിത എഴുതും, ഒരു പുസ്തകം അടുപ്പിക്കും, അത് പ്രകാശനം ചെയ്യും. ഞാൻ സാഹിത്യകാരനാണ്, അയാൾ തന്നെ കയ്യിലെ കാശ് കൊടുത്ത് അടുപ്പിക്കണം. അല്ലാതെ ഇതാരും ഏറ്റെടുക്കുന്നതൊന്നും അല്ല. അങ്ങനത്തെ ഇത് നമ്മളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രസാധകർ, കേരളത്തിലെ ഏറ്റവും സമ്പന്നതരായ പ്രസാധകർ വലിയ താല്പര്യത്തോടു കൂടി ഏറ്റെടുത്ത് വർഷം തോറും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. 200-ൽ പരമായി, കൃത്യമായിട്ട് ഞാൻ നമ്പർ എടുക്കാൻ പോകുന്നുള്ളൂ. ഈ ദിവസങ്ങളിൽ തന്നെ ഒരു 10 പുസ്തകങ്ങളെങ്കിലും വരും. ഉണ്ണികൾക്ക് 108 ശ്രീകൃഷ്ണ കഥകൾ, കുന്നംകുളം റെഡ് റോസ് പണിപ്പുരയിലാണ്. മത്സ്യകന്യകയുടെ സമ്മാനം ക്രൈസ്തവ സാഹിത്യ സമിതി തിരുവല്ല അച്ചടിയിലാണ്. അതുപോലെ തന്നെ DC ബുക്സിൻ്റെ ഉണ്ണികളെ ഇവർ നമ്മുടെ വഴികാട്ടികൾ, ഉണ്ണികളെ ഇവർ നമ്മുടെ വഴികാട്ടികൾ. ഇപ്പോൾ അത് അടിച്ചു കഴിഞ്ഞു, കോപ്പി വരും. അതുപോലെ തന്നെ 3 പുസ്തകങ്ങൾ, കുട്ടികളുടെ ഉള്ളൂരും കുട്ടിക്കവിതകളും, കുട്ടികളുടെ കുമാരനാശാനും കുട്ടിക്കവിതകളും, കുട്ടികളുടെ ചങ്ങമ്പുഴയും കുട്ടിക്കവിതകൾ, 3 പുസ്തകം ഒന്നിച്ച്. ഇപ്പം രാവിലെ ആൾ വിളിച്ചിരുന്നു, അയാൾ പ്രസ്സിലേക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ അനുവാദം ചോദിച്ചുകൊണ്ട്
ഇതിനിടയിൽ ഒരു പ്രത്യേക കാര്യം കൂടി ചെയ്തു. വലിയ തിരക്കിനിടയിലാണ് ഞാൻ. ആ തിരക്കിനിടയിൽ ഞാൻ വേറൊരു കാര്യം കൂടി ഇതിനിടയ്ക്ക് ചെയ്തു. നമ്മുടെ സെൻറ്റ് തെരേസസ് കോളേജൊക്കെ ഉണ്ടല്ലോ, സെൻറ്റ് തെരേസസ് കോളേജ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന കലാലയങ്ങളിലൊന്നാണ് എറണാകുളത്തെ കൊച്ചിയിലെ സെൻറ്റ് തെരേസസ് കോളേജ്. ഒരുപിടി CSST സഭയുമായി ബന്ധപ്പെട്ട് ഒരുപിടി സ്ഥാപനങ്ങൾ ലോകത്തിലെല്ലായിടത്തും, സൗത്ത് ആഫ്രിക്ക വരെ അവരുടെ കോൺഗ്രിഗേഷൻ കടന്നു ചെന്നിട്ടുണ്ട്. ആ സഭയുടെ സ്ഥാപകയെക്കുറിച്ചുള്ളൊരു പുസ്തകം എനിക്ക് എഴുതേണ്ടി വന്നു. ഇതൊക്കെ ആകസ്മികമായ സംഭവങ്ങളാണ്. കാരണം ഞാൻ ആ ആളാരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ അടുത്ത കാലത്താണ് നമ്മൾ സെൻറ്റ് തെരേസസ് കോളേജ് എന്ന് പറഞ്ഞാൽ സെൻറ്റ് തെരേസയുടെ പേരിലുള്ളൊരു കോളേജ് എന്ന് മാത്രമേ മനസ്സിലാക്കിയിട്ടു. പക്ഷെ അതിൻ്റെ പിന്നിൽ സന്യാസ സമൂഹത്തെ കരുപ്പിടിപ്പിച്ച് ഈ രീതിയിൽ വളർത്തിയെടുത്തതും അതിന് പിന്നിൽ ഒരു സിസ്റ്ററുണ്ട്. മലയാളിയല്ല, മദ്രാസിൽ നിന്ന് ഇവിടെ വന്ന് ആദ്യം ആലപ്പുഴയിലാണ് വന്നിറങ്ങിയത്. ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിൽ വന്നു. അപ്പോൾ ഒരു കൊച്ചിയുടെ കാലം, കൊച്ചി ആയിരുന്ന കാലം, നമ്മൾ പണ്ട് പറഞ്ഞില്ലേ ബോട്ടുകളൊക്കെ വന്നെടുത്തിരുന്ന കൊച്ചി, ആ കൊച്ചി സ്കാവഞ്ചർ വണ്ടികൾ, തോട്ടികളുടെ ഈ വണ്ടികളും മലമൂത്ര വിസർജനം ചെയ്ത വണ്ടികളൊക്കെ പോകുന്ന ഒരു കാലം. ആ കാലത്താണ് ഈ അമ്മ അവിടെ വന്നിറങ്ങിയത്. അന്ന് അവർ വന്നത് ഒരു കർമ്മലിത്ത മിഷണറിമാരുടെ ഒരു വിദ്യാലയത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന ഒരാളെ വേണം. അതിനുവേണ്ടി കർമ്മലിത്ത മിഷണറിമാരുടെ ആവശ്യപ്രകാരം ചെന്നൈയിൽ നിന്ന് അയച്ചു കൊടുത്തവർ ഇതാണ്. അവരുടെ കുടുംബവും അവിടുത്തെ അച്ഛന്മാരും എല്ലാം ബന്ധപ്പെട്ട് അയച്ചൊരു തെരേസ ലിമ എന്നായിരുന്നു അവരുടെ പേര്, തെരേസ ലിമ. ആ തെരേസ ലിമ അവിടെ വന്ന് അവിടുത്തെ സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി. അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊന്നും നാട്ടിലില്ല. അവിടെ തുടങ്ങി ചെറുതായിട്ടിങ്ങനെ വളർന്ന് വരും. 2-3 വർഷം അവിടെ അവർ താമസിച്ചു. അതിനിടയിൽ അവർ കർമ്മലിത്ത സന്യാസിനിയുമായി, സന്യാസിനി വ്രതം നേടി. അങ്ങനെ വന്ന് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പോഴാണ് കൊച്ചി വളരെ മോശമാണ്. കൊച്ചിയുടെ സ്ഥിതി പട്ടിണിക്കാരും പെരുവട്ടക്കാരും തെരുവുദണ്ഡികളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. രോഗികളും ചേരി പ്രദേശങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കൊച്ചി. അവിടെ അവരുടെ കണ്ണീരൊപ്പാൻ ഒരു സഹായം ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി എന്നൊരു മിഷണറിക്ക് തോന്നി. ഒരു കാൻഡിഡേറ്റ് അച്ഛനാണ്. ആ അച്ഛന് തോന്നിയപ്പോൾ അച്ഛൻ അവിടേക്ക് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ കന്യാസ്ത്രീയെ ഇവിടേക്ക് വിട്ടു, കൊച്ചിയിലേക്ക് വിട്ടു. ഒരു ബോട്ട് കയറി ഒരു 3-4 കുട്ടികളും ഉണ്ടായി അവരോടൊപ്പം. അതിൽ 2 കുട്ടികൾ അവരുടെ സഹോദരിമാർ തന്നെയായിരുന്നു. ഇവരുടെ ഒപ്പം മദ്രാസിൽ നിന്ന് വന്ന് അവരുടെ ഒപ്പം താമസിച്ചിരുന്ന അവരുടെ സ്വന്തം സഹോദരിമാരായിരുന്ന 2 പേര്. ബാക്കി ഏതോ അനാഥ കുട്ടികളാണ്. അതുമായിട്ട് വന്ന് ഇവിടെ 10 രൂപ വാടകയ്ക്ക് ഒരു കുഞ്ഞു കെട്ടിടം ചില അച്ഛന്മാരുടെ സഹായത്തോടു കൂടി മേടിച്ച് അവിടെയാണ് ഈ CSST സഭ. അവർ വിചാരിച്ചത് ഇവിടെ CSS നേരത്തെ ഉണ്ടായിരുന്ന കർമ്മലിത്ത സഭ അത് വിദേശ മിഷണറിമാരുമായിട്ട്, വിദേശ സന്യാസിനിമാരുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കിവിടെ ഒരു ഏകദേശീയ സന്യാസിനി സമൂഹം ഉണ്ടാകണം. അന്ന് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കൂനമ്മാവിലാണ് രൂപം കൊണ്ടത്. ആദ്യത്തെ മദർ ഏലിശോയുടെ നേതൃത്വത്തിൽ ഒരെണ്ണം, അത് ആ കാലഘട്ടമാണ്. ആ ഉദയം കൊണ്ട കാലഘട്ടത്തിൽ തന്നെയാണ് ഇവർ അവിടെ വന്ന് അവിടെ ഒരു പ്രത്യേകമായ തട്ടകൊണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് CSST സഭ ചില അച്ഛന്മാരുടെ സഹകരണത്തോടുകൂടി രൂപീകരിക്കുന്നത്. അപ്പോൾ ആ തെരേസ ലിമ ഇവിടെ വന്ന് ഒരു 10 രൂപ വാടക കെട്ടിടത്തിൽ ആരംഭിച്ചതാണ് CSST സഭയുടെ തുടക്കം. അവിടെ നിന്ന് അവർ അനാഥ കുട്ടികളെയെല്ലാം, നിരവധി അനാഥ കുട്ടികളെയെല്ലാം ഏറ്റെടുത്ത് അഗതി മന്ദിരം തുടങ്ങി, അവിടെ സ്കൂൾ തുടങ്ങി. ഇവിടെ സ്കൂളൊക്കെ തുടങ്ങി. ഹൈസ്കൂളൊക്കെ ആരംഭിച്ചത് അവരാണ്. സെൻറ്റ് തെരേസസ് ഹൈസ്കൂൾ എന്ന പേരിൽ. കോളേജൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. കോളേജ് ഉണ്ടാക്കണം എന്നുള്ള ആ കണക്കുകൂട്ടലും അതിനുള്ള പ്ലാനിങ്ങും ഒക്കെ ഇടയിലാണ്. പണമില്ല. അപ്പോൾ ഈ സന്യാസി സഭ ഇങ്ങനെ വളർന്നു വരുന്ന കാലഘട്ടമാണ്. അതിനുവേണ്ടി അവർ യൂറോപ്പിലേക്ക് പുറപ്പെടുകയാണ്. അനിയത്തിയും ഒരുമിച്ച് യൂറോപ്പിലേക്ക് പുറപ്പെടുകയാണ്. ആ യൂറോപ്പിലേക്ക് പുറപ്പെട്ടതിന് ഇടയിൽ എറണാകുളത്ത് നിന്ന്
തീവണ്ടി കയറി ബോംബെയിൽ ചെന്നിട്ട് വേണം യൂറോപ്യൻ നാടുകളിലേക്ക് പറക്കാൻ. അതിനുവേണ്ടി തീവണ്ടിയിൽ പോയി മങ്കപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത്, തമിഴ്നാട് കഴിഞ്ഞ് ആന്ധ്രയുടെ അതിർത്തിയിലെത്തുമ്പോഴുള്ള മങ്കപട്ടണത്ത് വെച്ച് ഈ വലിയൊരു പ്രളയവും വലിയ കൊടുങ്കാറ്റും ഉണ്ടായി. പാലമൊക്കെ തകർന്ന്, റെയിൽവേ പാലമൊക്കെ തകർന്ന് ഈ നിരവധി പേര് മരിച്ചു. ആ കൂട്ടത്തിൽ ഈ തെരേസ ലിമയും മരിച്ചു. അപ്പോൾ ഈ തെരേസ ലിമ എന്ന ഒരു സന്യാസിനിയാണ് ഇവിടെ ഈ കോൺഗ്രിഗേഷൻ ഉണ്ടാക്കിയതെന്നും ഒക്കെ നമ്മൾ അന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം കുട്ടികൾക്ക് വേണ്ടി എഴുതി തരാമോ എന്ന് എന്നോട് സിസ്റ്റർ വിനീത, ഇപ്പോൾ അതിൻ്റെ സുപ്പീരിയറായിട്ടുള്ള വിനീത സിസ്റ്റർ ചോദിച്ചു. അവർ അതിന് ചില റെഫറൻസൊക്കെ എനിക്ക് തന്നു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ കൂടുകെട്ടിയ ഒരു മാടപ്രാവിൻ്റെ കഥ, കൊച്ചിയിൽ കൂടുകെട്ടിയ ഒരു മാടപ്രാവിൻ്റെ കഥ 25 അധ്യായങ്ങളായിട്ട് മനോഹരമായ ചിത്രങ്ങൾ, അൻവർ പല്ലന എന്ന് പറഞ്ഞ ഒരാൾ വരച്ച ചിത്രങ്ങളോടുകൂടി. ഇപ്പം ഇന്ന് സിസ്റ്റർ എന്നെ വിളിച്ചിരുന്നു, പ്രസ്സിൽ അച്ചടിയിലേക്ക് പോയി എന്നാണ് സിസ്റ്റർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ സിസ്റ്റർ വിനീതയുടെ പ്രത്യേകത താല്പര്യം കൊണ്ടാണ് ഇങ്ങനൊരു പുസ്തകം ആകസ്മികമായിട്ട് എഴുതുന്നത്. പല പുസ്തകങ്ങളും അങ്ങനെ ആകസ്മികമായിട്ട് ഞാൻ എഴുതിയതാണ്. ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ഗുരുദേവ കഥകൾ, ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ വിചാരിച്ചിരുന്നില്ല. ജീവിതത്തിൽ അങ്ങനെ ഒരു പുസ്തകത്തെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ഇവിടെ ശിവഗിരിയിൽ നിന്ന് സ്വാമിമാർ വന്നു. ആലുവായിലുള്ള അദ്വൈതാശ്രമത്തിലുള്ള ശിവസ്വരൂപാനന്ദ സ്വാമിയും അതുപോലെ തന്നെ ഇവിടെ വർക്കല ശിവഗിരി മഠത്തിലുള്ള സ്വാമിമാർ 2 പേരും കൂടി ഇവിടെ വന്നു. ആ സ്വാമിമാർ വന്നിട്ട് സ്വാമിയുടെ കഥ കുട്ടികൾക്ക് വേണ്ടി എഴുതി തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി ഞാൻ പലതൊക്കെ എഴുതുന്ന ആളാണ്, എന്നാലും സ്വാമിയെപ്പറ്റി എനിക്ക് അത്ര അറിവൊന്നുമില്ല. നിസ്സാരമായ കാര്യങ്ങളെ എനിക്ക് അറിഞ്ഞുകൂടും. അതൊക്കെ പലരും എഴുതി കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ, അത് വേറെ ആരോടെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിട്ടില്ല. അത് താങ്കൾ വിചാരിച്ചാലേ നടക്കൂ, ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞു. അവർ ശിവഗിരി മാസികയുടെ കുറേ ലക്കങ്ങളൊക്കെ ബൈൻഡ് ചെയ്തൊക്കെ എനിക്ക് കൊടുത്തയച്ചു. ഞാൻ ഒരു മാസത്തിനുള്ളിൽ 108 കഥകൾ എഴുതാൻ എനിക്ക് കഴിഞ്ഞു. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അതിനുത്തരവില്ല. അതുപോലെ ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. കേരള സാഹിത്യ അക്കാദമിയുടെ ശരിക്കുള്ള ഒരു അവാർഡ് എനിക്ക് കിട്ടിയത് ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ എന്നുള്ള പുസ്തകത്തിന്. അതിനു മുമ്പ് 2010 എനിക്ക് ഒരു പ്രധാനപ്പെട്ട അവാർഡ് കിട്ടി. കേന്ദ്ര സാഹിത്യ അക്കാദമി ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ ബാലസാഹിത്യ അവാർഡ്. കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് ബാലസാഹിത്യ അവാർഡ് ഉണ്ടായിരുന്നില്ല, നോവലിനും കഥക്കൊക്കെ ഉണ്ടായിരുന്നു, ബാലസാഹിത്യത്തിനുണ്ടായില്ല. അവർ ആദ്യമായിട്ട് അവാർഡ് ഏർപ്പെടുത്തിയത് 2010 അത് നമ്മൾ കൂടി അറിയുന്നില്ല, നമ്മൾ കൂടി അറിയാതെയാണ്. ആ അവാർഡ് എൻ്റെ ഒരിടത്തൊരിടത്തൊരു കുഞ്ഞുണ്ണി എന്ന പുസ്തകത്തിന് നൽകാൻ തീരുമാനിച്ചു. ഇത് ബാംഗ്ലൂരിൽ നിന്ന് അതിൻ്റെ റീജിയണൽ മാനേജർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചു പറയുമ്പോഴാണ് ഞാനിത് അറിയുന്നത്. എൻ്റെ പുസ്തകം ഇങ്ങനെ അവിടെ എത്തിയെന്നും ആ പുസ്തകത്തിന്. അപ്പോൾ ഈ പുസ്തകം ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. ഒരിടത്തൊരിടത്തൊരു കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതണമെന്ന് ഞാൻ ജീവിതത്തിൽ കണക്ക് കൂട്ടിയിട്ടില്ല. ഞാൻ എഴുതിയത് കുഞ്ഞുണ്ണി മാസ്റ്ററുടെ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പഠനവുമാണ്. അത് അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചു, ഒരു പ്രസാധകൻ. ആ പ്രസാധകൻ വർക്കലയിലുള്ള ആളാണ്, ഇപ്പോൾ കലാപൂർണ്ണ പബ്ലിക്കേഷൻസ്, അവിടുത്തെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഡോക്ടർ പി കെ സുകുമാരൻ. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞ്, കുഞ്ഞുണ്ണി മാഷിനെ പറ്റി മലയാളത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ പുസ്തകം, മരണത്തിന് ശേഷം ഇറങ്ങുന്ന പുസ്തകം നമ്മുടേതായിരിക്കണം, അത് താങ്കൾ എഴുതി തരണമെന്ന് പറഞ്ഞു. ഇതുപോലെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ഞാൻ 2 മാസത്തിനുള്ളിൽ മനോഹരമായിട്ട് പുസ്തകം ഇറങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാതെ, നമ്മൾ പോലും അറിയാതെ ആ പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ബാലസാഹിത്യ അവാർഡും കിട്ടി. ഇതൊക്കെ എവിടുന്നോ വരുന്ന ഭാഗ്യം. എങ്ങനെ അത് മഞ്ഞുമാതാവിൻ്റെ അനുഗ്രഹമാണോ, സെൻറ്റ് റോക്കി പുണ്യവാൻ്റെ അനുഗ്രഹമാണോ എന്നൊന്നും നമുക്ക് നിശ്ചയമില്ല. അങ്ങനെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ പെരുമഴയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. ഇതിൽ കൂടി തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. ഇപ്പോഴും സജീവമായിട്ട് തന്നെയാണ് ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുസ്തകങ്ങളുടെ ഇപ്പം നിരവധി പുസ്തകങ്ങളുടെ വർക്കിൽ തന്നെയാണ്.
കാലത്ത് ഞാൻ പഠിക്കുന്ന കാലം മുതൽ നാടകത്തിലൊക്കെ സജീവമായിരുന്നു. ഇപ്പോഴും ഓർക്കുന്നുണ്ട് കുഞ്ഞാലിമരക്കാർ ചരിത്ര നാടകം വലിയ ഒരു അത്ഭുതം പോലെയാണ് ഇന്നും ആളുകൾ ആ നാടകത്തെ പറ്റി. ഞങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ പഠിക്കുന്ന കാലത്ത്, ഞാനന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുഞ്ഞാലിമരക്കാർ. അപ്പോൾ മുതിർന്ന 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ പലരും അതിലുണ്ടായിരുന്നു. ഞാനതിലൊരു പെൺവേഷമാണ് എനിക്ക് കിട്ടിയത്. നായിക മാധവിക്കുട്ടി എന്നു പേരായ ഒരു നായർ സ്ത്രീയുടെ വേഷമാണ് എനിക്ക് കിട്ടിയത്. വളരെ സുന്ദരിയായ ഒരു വേഷമാണ്. അപ്പോൾ അന്ന് മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഞാൻ അതേപോലെ മാധവിക്കുട്ടിയെ പോലെ തന്നെ ഇരുന്നു എന്നാണ് പറയുന്നത്. ഫോട്ടോ ഈ അടുത്ത് വരെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ അതുപോലെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓടക്കുഴൽക്കാരൻ, നമ്മുടെ ഉറൂബിൻ്റെ നാടകമാണ്, തീ കൊണ്ട് കളിക്കരുതെന്ന നാടകം, നല്ല ഉജ്ജ്വലമായ നാടകമാണ്. അതിലൊരു തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല ആളുകളുടെ മനസ്സിനെല്ലാം സ്വാധീനിക്കുന്ന ഒരു ഓടക്കുഴൽക്കാരനുണ്ട്, എല്ലാ സമാധാനപ്രേമിയായ ഒരു ഓടക്കുഴൽക്കാരൻ. ആ ഓടക്കുഴൽക്കാരൻ്റെ വേഷമാണ് എനിക്ക് തീ കൊണ്ട് കളിക്കരുതെന്ന നാടകത്തിൽ, ഉറൂബിൻ്റെ നാടകത്തിൽ കിട്ടിയത്. അങ്ങനെ പിന്നെ വഴി തുറന്നു, കേശവദേവൻ്റെ വഴി തുറന്നു എന്ന നാടകം, അതിലൊക്കെ അങ്ങനെയുള്ള പ്രളയം, തോപ്പിൽ ബാസിയുടെ പ്രളയം എന്ന നാടകത്തിൽ ഒക്കെ ഞങ്ങളന്ന് അഭിനയിച്ച എല്ലാവരുടെയും പ്രശംസയ്ക്ക് പാത്രമായതാണ്. അവിടുന്ന് പോകുന്നതിന് ശേഷം ഞാൻ പള്ളിപ്പുറം ജനത ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സജീവമായിട്ടുള്ളൊരു കലാസമിതി ഉണ്ടായിരുന്നു. അതിൻ്റെ സെക്രട്ടറിയായി ആ കാലത്ത് തന്നെ അവരവതരിപ്പിക്കുന്ന നാടകങ്ങളിൽ ഭൂമിയിലെ മാലാഖ, CL ജോസിൻ്റെ ഭൂമിയിലെ മാലാഖയിലൊക്കെ പ്രധാന നായകനായിട്ട് അഭിനയിച്ചത് ഞാനാണ് അന്ന്. അതേപോലെ തന്നെ നമ്മുടെ 7 രാത്രികളിൽ അബു കണ്ണില്ലാത്ത അബു, ഹാർമോണിയമൊക്കെ മീട്ടിക്കൊണ്ട് തെരുവിൽ അലഞ്ഞു നടക്കുന്ന അബു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് 7 രാത്രികൾ ഗീത ആർട്സ് ക്ലബ് ചങ്ങനാശ്ശേരി അവതരിപ്പിച്ചൊരു നാടകമായിരുന്നു. ഞങ്ങൾ അതിനൊക്കെ ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നാടകം ജനതാ നഗറിൽ അവതരിപ്പിച്ചത്. നിരവധി വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലാണ് ആ നാടകം അവതരിപ്പിച്ചത്. ആ നാടകത്തിൽ ഞാൻ അഭിനയിച്ച അബുവിൻ്റെ റോൾ കണ്ട അന്നത്തെ ആളുകൾ, നാടകപ്രേമികൾ പറഞ്ഞത്, JC കുറ്റിക്കാട് അതിൽ അവതരിപ്പിച്ച ചങ്ങനാശ്ശേരി ഗീതയുടെ നാടകത്തിൽ അവതരിപ്പിച്ച അബുവിനേക്കാൾ ഗംഭീരം സെപ്പിയുടെ അബു ആയിരുന്നുവെന്ന് അന്ന് വളരെ അഭിമാനത്തോടു കൂടി ഇന്നും പറയാം. ഈ അടുത്ത ദിവസം കൂടി ആ കാര്യം എന്നോട് ഒരു ഗോപൻ എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞു. അപ്പം അങ്ങനെ അഭിനയ രംഗത്തൊക്കെ ഇങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. ഈ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തും പഠിപ്പിച്ചിരുന്ന കാലത്തുമൊക്കെ സ്കൂളിൽ വരുന്ന നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ ഒരു കലാകാരൻ എന്ന നിലക്ക് കൂടി ഞാൻ അതിൽ സജീവമായില്ലെങ്കിലും ഒരു കലാകാരൻ എന്നുള്ള നിലക്ക്, ഒരു നാടക അഭിനേതാവ് എന്നുള്ള നിലക്ക് ഈ കലാകാരന്മാരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ദേവാലയവുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട് കഴിയുന്ന ഒരാൾ തന്നെയാണ്. മഞ്ഞുമാതാ ദേവാലയമായിട്ടൊക്കെ എനിക്ക് വലിയ വിട്ടുമാറാത്ത ബന്ധങ്ങളാണുള്ളത്. പള്ളിയിൽ ഇപ്പം നൊവേന എഴുതിയിട്ടുള്ളത് ഞാനാണ്. മഞ്ഞുമാതാവിൻ്റെ നൊവേന വളരെ പ്രസിദ്ധമായ നൊവേനയാണ്. ആ നൊവേനയിലെ പാട്ടുകൾ, ഒരു പാട്ടൊഴികെ ഒരു പാട്ട് ഒരു പ്രത്യേക ആളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങളതിൽ വെച്ചതാണ്. ബാക്കി എല്ലാ പാട്ടുകളും അതിലെ പ്രാർത്ഥനകളും എല്ലാം ഞാൻ തയ്യാറാക്കിയതാണ്. അതുപോലെ കോട്ടപ്പുറം പള്ളിയിൽ സെൻറ്റ് മൈക്കിളിൻ്റെ നൊവേനയുണ്ട്. ആ നൊവേന ഞാൻ തയ്യാറാക്കിയതാണ്. വടക്കേ മുനമ്പം പള്ളിയിൽ തിരുക്കുടുംബത്തെ പറ്റിയുള്ള നൊവേനയുണ്ട്. അതിൻ്റെ പാട്ടുകളും പ്രാർത്ഥനയും ഞാൻ തയ്യാറാക്കിയതാണ്. അതുപോലെ തന്നെ വെണ്ടുരുത്തി പള്ളിയിൽ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഒരു നൊവേനയാണ്. ആ നൊവേന തയ്യാറാക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. അങ്ങനെ ഈ നൊവേനയുടെ ഒരു
രചയിതാവായിട്ട് ഒരു കാലത്ത്, അത് പ്രത്യേകിച്ച് മൈക്കൽ തലക്കെട്ടി എന്നൊക്കെ പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു. ഈ തലക്കെട്ടി അച്ഛനാണ് ആദ്യമായിട്ട് മഞ്ജുമാതാവിൻ്റെ നൊവേന തയ്യാറാക്കിക്കാൻ എന്നോടൊപ്പം വന്നിരുന്ന് എന്നെ സഹായിച്ചതും അതിൻ്റെ വഴികളൊക്കെ പറഞ്ഞു തന്നു. അവിടെ നിന്നാണ് എൻ്റെ ഈ നൊവേന രചനയിലൊക്കെ ഉള്ളത്, നൊവേനകൾ തയ്യാറാക്കുന്നതിലുള്ള ഒരു പുറപ്പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് സെൻറ്റ് തെരേസാരോടും പറഞ്ഞു, അവർ ഒരാളെ തേടി നടക്കായിരുന്നു തോന്നുന്നു. അന്ന് അദ്ദേഹം വല്ലാർപാടം പള്ളിയിൽ വികാരിയായിരിക്കുന്ന കാലമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, എനിക്കൊരാളുണ്ട്, മദർ ചെന്ന് അവരോട് അദ്ദേഹത്തോട് പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്തു തരും. അങ്ങനെ ഈ സെൻറ്റ് തെരേസ് ലീമ, നമ്മൾ നേരത്തെ പറഞ്ഞ തെരേസ ലിമയെക്കുറിച്ചുള്ളൊരു നൊവേന തയ്യാറാക്കാൻ വേണ്ടി സിസ്റ്റേഴ്സ് CSS സിസ്റ്റേഴ്സ് ഇവിടെ വന്നു. ഞാനത് തയ്യാറാക്കി. അതവർ സജീവമായിട്ടില്ലെന്നാണ് പറയുന്നത്. കൊറോണ കാലത്തായിരുന്നു അതിൻ്റെ തുടക്കം. അതുകൊണ്ട് സജീവമായിട്ടില്ല, എങ്കിലും ഞങ്ങളത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. സെബി നായരമ്പലമാണ് അതിലെ പാട്ടുകളൊക്കെ ട്യൂൺ ചെയ്ത്. നല്ല പാട്ടുകളാണ്. പ്രാർത്ഥനയൊക്കെ ഞാൻ തന്നെ എഴുതിയതാണ്. പാട്ടുകൾ വലിയ കുഴപ്പമില്ല, ഞാൻ കേട്ടതാണ്. സെബിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു അരൂപി അതുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗുഡ്നസ് TV-യിലും നമ്മുടെ മറ്റ് ചാനലുകളിലും എല്ലാം കുറേ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പള്ളിയിലെ പരിപാടികൾക്കും, ഇപ്പോൾ പള്ളിയുടെ 500ാമത് വാർഷികം ആഘോഷിച്ചു. മഞ്ജുമാതാ പള്ളിയുടെ 500ാമത് വാർഷികം. ആ വാർഷിക പരിപാടി ജനറൽ കൺവീനർ ഞാനായിരുന്നു. 500ാമത് വാർഷികം കൊണ്ടാടിയപ്പോൾ ജനറൽ കൺവീനറായിട്ട് നിന്ന് നല്ല കൊണ്ടുവരാവുന്ന ആളുകളൊക്കെ അന്ന് പങ്കെടുപ്പിക്കാവുന്ന വലിയ വലിയ ആളുകൾ, ഉമ്മൻചാണ്ടി അടക്കം, മന്ത്രി PJ ജോസഫ് അടക്കം, കവിയൂർപ്പന്മ അടക്കമുള്ള ആളുകളെല്ലാം അന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഈ അടുത്ത് ഇത് ബസിലിക്കയായിട്ട് രൂപാന്തരം പ്രാപിച്ചു 2013-ലാണ്. അപ്പം ബസിലിക്ക വിളംബര പരിപാടി വളരെ ഗംഭീരമായിട്ട് നടത്തണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് നടത്താനുള്ള അതിൻ്റെ ജനറൽ കൺവീനറായിട്ട് ഞാൻ തന്നെയാണ് മുന്നിൽ നിന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു അനുഭവമാണ്. കോട്ടപ്പുറം രൂപത ഉണ്ടായപ്പോൾ ആദ്യം ഈ രൂപത വന്നപ്പോഴും ഞാൻ അതിൻ്റെ മുന്നിൽ തന്നെ പരിപാടിയുടെ ആനിമേഷൻ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് ഞാൻ തന്നെയായിരുന്നു. കല്ലറക്കൽ പിതാവൊക്കെ ആദ്യമായിട്ട് രൂപതയുണ്ടായി അവിടുത്തെ ബിഷപ്പാകുന്ന ചടങ്ങിൻ്റെ ആനിമേഷൻ കൺവീനറായിട്ട് ഞാനും അതിൻ്റെ ചെയർമാനായിട്ട് ഇത് സെബാസ്റ്റ്യൻ കുന്നത്തൂർ അച്ഛനുമായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അപ്പം അങ്ങനെയുള്ള പള്ളിയും രൂപതയും ഒക്കെ ഇടവകയൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തി പോരുന്ന ഒരാളാണ്. എൻ്റെ കുടുംബവും അങ്ങനെ തന്നെയാണ്. എൻ്റെ മക്കൾ രൂപതയുടെ കീഴിലുള്ള സ്കൂളുകളിൽ അധ്യാപകരാണ്. ഞങ്ങൾ 2 പേരും, ഞാനും ഭാര്യയും അവിടെ തന്നെ അധ്യാപകരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾക്ക് രൂപതയുമായിട്ടും ഈ ദേവാലയങ്ങളുമായിട്ടൊക്കെ വലിയ അടുപ്പത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. എൻ്റെ സഹധർമ്മിണി മേരി സെലിൻ കോട്ടപ്പുറത്തുകാരിയാണ്, കോട്ടപ്പുറം ഇടവകക്കാരിയാണ്. അപ്പോൾ നമ്മുടെ രൂപത ആസ്ഥാനം കൂടിയാണല്ലോ കോട്ടപ്പുറം. അവിടെ കുരിശിങ്കൽ കുടുംബമാണ്. അപ്പോൾ അവരുടെ സഹോദരന്മാരൊക്കെ ആയിട്ട് ഞാൻ നല്ല ഒരു സഹോദരനായിട്ടും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിട്ടൊക്കെ ഞാൻ നല്ല പരിചയം. എഴുത്തുകാരായിരുന്നു അവർ കുറച്ച്. പീറ്റർ കുരിശിങ്കൽ, അതുപോലെ തന്നെ അന്ന് കാതറിൻ ട്രീസ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരുന്ന. അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. ആ ബന്ധം ഇതിനൊക്കെ പെട്ടെന്ന് വിവാഹം നടക്കാനൊക്കെ സഹായിച്ചു. വിവാഹമൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ ജോലി കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ അധ്യാപകരായിരുന്നത്. സഹധർമ്മിണി മലയാള അധ്യാപികയായിട്ട് ഹൈസ്കൂളിലായിരുന്നു. ഞാൻ UP വിഭാഗത്തിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോഴും ആ രൂപതയിൽ തന്നെയാണ് മക്കൾ 2 പേരും. അതിൻ്റെ ഞങ്ങളുടെ ഒരു പിന്തുടർച്ചക്കാരെ പോലെ തന്നെ ഇപ്പോൾ ഉള്ളത് അതേ സ്കൂളിൽ തന്നെയാണ്. ഞങ്ങൾക്കതിൽ വലിയ അഭിമാനവും സന്തോഷവുമാണുള്ളത്.